വാർത്തകൾ കൂടി പരിശോധിച്ചാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പിണറായി സർക്കാരിനോടുള്ള അമർഷം അണപൊട്ടിയൊഴുക്കുകയാണ് ചില IAS കേന്ദ്രങ്ങൾ. മുൻ IAS ഉദ്യോഗസ്ഥൻ ബിജു പ്രഭാകറും സൈനികക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ബി അശോകുമാണ് നിലവിൽ സർക്കാരിനെതിരെ പരസ്യപ്പോരിന് ഇറങ്ങിയിരിക്കുന്നത്. 10 വർഷം പവർ കട്ട് ഇല്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ചു എന്നാണ് LDF കബളിപ്പിച്ചു എന്നാണ് വകുപ്പ് സെക്രട്ടറി കൂടിയായിരുന്ന ബിജു പ്രഭാകറിന്റെ ആരോപണം. കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന തച്ചടി പ്രഭാകരന്റെ മകനുമായ ബിജു പ്രഭാകർ തനിക്കുള്ളത് കോൺഗ്രസ് ആശയങ്ങളാണെന്നും ഈ കാലഘട്ടത്തിൽ വ്യക്തമാക്കുകയാണ്. അതോടൊപ്പം സൈനികക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ബി അശോകന്റെ വിമർശനം അത് കടുത്ത വിമർശനം തുടരുകയാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ സസ്പെൻഷൻ അംഗീകാരമായി കാണുന്നു. നടപടിക്കെതിരെ കോടതിയെ സമീപിക്കില്ല. 4-ാം തീയതിക്ക് ശേഷം വരുന്ന സർക്കാർ ഈ തീരുമാനം പുനഃപരിശോധിക്കും എന്നും തുടർഭരണം ഉറപ്പാക്കാൻ IAS ഉദ്യോഗസ്ഥരുടെ കോക്കസ് പ്രവർത്തിച്ചെന്നും അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ വരികയാണ്. അങ്ങനെ എല്ലാ പോരിലും പരാജയപ്പെട്ട് നാണം കെട്ട പരാജയം ഏറ്റുവാങ്ങിയതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടൽ നടത്തി എന്നൊരു ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് 4 മണിയോട് കൂടിയിട്ട് എനിക്കൊരു സസ്പെൻഷൻ ഓർഡർ തരികയാണുള്ളത്. അത് അംഗീകാരമായിട്ട് കണക്കാക്കുന്നു. പോകുന്ന പോക്കിൽ അവസാനത്തെ റൗണ്ട് ശത്രുക്കൾ എന്ന് സംശയിക്കുന്നവരുടെ നേർക്ക് ഒരു റൗണ്ട് വെടിയുതിർത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നുവെന്ന് മാത്രം. നേരത്തെ N പ്രശാന്ത് IASും പരസ്യ വിമർശനങ്ങൾ സർക്കാരിനെതിരെ നടത്തിയിരുന്നു. അർജുൻ രാജ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, ഈ സർക്കാരിനോട് വിമുഖതയുള്ള ആളുകൾ, അത് മുൻ IAS ഉദ്യോഗസ്ഥരും നിലവിലെ IAS ഉദ്യോഗസ്ഥരും ഈ തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നത് അവരുടെ ഒരു പ്രതീക്ഷ ഈ സർക്കാർ മാറി വരും എന്ന തരത്തിൽ കാണുന്നത് കൊണ്ടാണോ? അതോടൊപ്പം തന്നെ ബി അശോക് ഈ ഉന്നയിക്കുന്ന ആരോപണമൊന്നും സമീപകാലത്തൊന്നും ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. കാരണം ആ തരത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ, നിലവിൽ സർക്കാരിന്റെ സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഈ തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അടക്കം പരാമർശം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. രുചീഷ്, ബി അശോകിന്റെ പരാമർശങ്ങളൊക്കെ രുചീഷ് പറഞ്ഞതുപോലെ തന്നെയാണ്. ഒരു രാഷ്ട്രീയക്കാരന്റെ ഭാഷയിൽ ബി അശോക് സംസാരിക്കുന്നതാണ് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തെ വലിയ രീതിയിൽ വിമർശിക്കുന്നു. വലിയ പരാജയമായിരുന്നു എന്ന നിലയ്ക്ക് കാണുകയാണ്. അതും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ചർച്ചയിൽ പങ്കെടുക്കുകയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് സമാനമായി തന്നെയാണ് ബിജു പ്രഭാകറും സംസാരിച്ചത്. സംസ്ഥാനത്ത് 10 വർഷം വൈദ്യുതി ഉണ്ടായിട്ടില്ല എന്നുള്ള സർക്കാർ വാദത്തെ അങ്ങേയറ്റം എതിർക്കുന്ന നിലപാടാണ് ബിജു പ്രഭാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിന് അദ്ദേഹത്തെ തന്നെയാണ് തെളിവായി പരാമർശിക്കുന്നത്. താൻ ഈ ചെയർമാനായിരിക്കുന്ന സമയത്ത് ആ രീതിയിൽ പവർ കട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ള തരത്തിൽ സംസാരിക്കുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഈ ഒരു ഇടവേളയാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്ന് മാത്രമല്ല, ഇത് IAS തലപ്പത്ത് 2ാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായിട്ടുള്ള ഈ തരത്തിലുള്ള വിവാദങ്ങൾ അത് വലിയ തലവേദന സർക്കാരിന് സൃഷ്ടിച്ചിരുന്നു. IAS തലപ്പത്തെ ഈ ഭിന്നത വലിയ തരത്തിൽ സർക്കാരിനെ ബാധിച്ചിരുന്നു. അതാണ് പ്രശാന്തിന്റെ സസ്പെൻഷനിലേക്കൊക്കെ ഒരു ഘട്ടത്തിൽ പോവുകയും ചെയ്തത്. പക്ഷേ ഇപ്പോഴുള്ള സാധ്യത ഒരു തരത്തിൽ പ്രയോജനപ്പെടുത്തുകയാണ് ഈ ഉദ്യോഗസ്ഥർ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഈ സർക്കാർ വരില്ല എന്നുള്ള പൊതു ഇടത്തെ പ്രതീതി അതാണ് ഈ തരത്തിൽ കടുപ്പിച്ച് നിലപാടെടുക്കാൻ ഈ ഉദ്യോഗസ്ഥരെയൊക്കെ പ്രേരിപ്പിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ബി അശോക് സർക്കാർ എടുത്ത നിലപാടുകൾക്കൊക്കെ എതിരായി നിയമപരമായി മുന്നോട്ട് പോയ ആളാണ്. അതിൽ നിന്ന് അനുകൂല നിലപാട് ലഭിച്ച വ്യക്തി കൂടിയാണ്. പക്ഷേ ഈ സസ്പെൻഷനെതിരെ ഇനി നിയമപരമായി പോകുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് പുതിയൊരു സർക്കാർ വരികയും നിലവിലെ സസ്പെൻഷൻ പിൻവലിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ആ തരത്തിൽ ഒരു സർക്കാർ മാറ്റത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പരാമർശം എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ നിലപാടുകൾ എന്ന നിലയ്ക്ക് ഈ ഉദ്യോഗസ്ഥരുടെ ഇപ്പോഴത്തെ ഈ പ്രതികരണങ്ങളെ കാണാൻ കഴിയും. UDF വരികയാണെങ്കിൽ അവർക്ക് കുറെ കൂടി നല്ലൊരു നില സ്വാഭാവികമായും സംഭവിക്കും. പക്ഷേ തിരിച്ചാണെങ്കിൽ കുറെ കൂടി പ്രതിസന്ധിയിലേക്ക് പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. രുചീഷ്, ശരി അർജുൻ രാജ്, അതിന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സർക്കാർ മാറി വരുന്ന ഒരു ഘട്ടത്തിൽ, ഒരു കാവൽ സർക്കാർ നിലവിലുള്ള ഒരു ഘട്ടത്തിലാണ് ഈ വിമർശനം അതിരൂക്ഷമായി തന്നെ ഈ IAS ഉദ്യോഗസ്ഥർ നടത്തുന്നത് എന്നത് തന്നെയാണ് ശ്രദ്ധേയമായ കാര്യം.